ശരിക്കും പറഞ്ഞാൽ ഉസ്താദ്മാർക്കൊക്കെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നത്. ആ ഉസ്താദാണ് എനിക്ക് പ്രപ്പോസ് കൊണ്ട് വന്നിരിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരാളാണ്. 27 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ ചാനലാണ്, അറിയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇനിയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദി. നമ്മുടെ 100,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. എന്നാലും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാനുള്ള വാച്ച് അവറും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് റെഗുലറായിട്ട് എനിക്ക് വീഡിയോ ഇപ്പോൾ തൽക്കാലം പെട്ടുന്നിപ്പം എന്തായാലും ഈ മാസത്തോടെ കൂടി അടുത്ത മാസം തുടങ്ങുമ്പോൾ ഇതിനകത്ത് റെഗുലറായിട്ട് വീഡിയോ വരുന്നതായിരിക്കും. മറ്റേ മെയിൻ ചാനലിൽ ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇതിനകത്തോട്ട് വരാത്തത്. ആ കൂടി 4 വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നിരന്തരമായിട്ട് ഇതിനകത്ത് വീഡിയോ ഇടും. ഈ പറയുന്ന റിയാക്ഷൻ സംഭവങ്ങളൊക്കെ ഇതിനകത്തും കൂടി ഇടണം എന്നുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദി. ഇന്ന് വീണ്ടും ഈ പറഞ്ഞ ഞാൻ ഈ ചാനലിനകത്ത് മൊത്തം ഷാജിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. വേറെ വിഷയങ്ങൾ തൊട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പോൾ 1000 പേര് ഉണ്ടെങ്കിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇതൊന്ന് മോണിറ്റൈസ് ആവണം വരെ ഈ വിഷയം തന്നെ ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. മനസ്സിലായോ? അപ്പോ ഷാജിയുടെ എന്താണ് നമ്മുടെ പുതിയ ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. ഏത് നമ്മുടെ വെറൈറ്റി മീഡിയയുടെ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഷാജിദ ഇങ്ങനെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു വിറ്റ് താരമാണ് ഈ കൊച്ചെന്ന് പറഞ്ഞ ഒരു വിറ്റ് താരമാണ്. ചിരിച്ച് ഒരു ഉളുപ്പില്ലായിരുന്നു. പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയാൻ ഒരു മടിയില്ല. ഉളുപ്പെന്ന് പറയുന്ന സാധനമില്ല. ചുമ്മാ അങ്ങ് പറയുകയാണ്. ചുമ്മാ ഇപ്പം ഈ ഇന്റർവ്യൂ പറയുന്ന തൊട്ടടുത്ത ഇന്റർവ്യൂവിൽ അതിനെ മാറ്റി പറയുന്നു. ഒരു ഉളുപ്പില്ല. ഞാൻ പറയുന്ന കള്ളമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതുമല്ലെങ്കിൽ അവിടെ ആങ്കർ ചെയ്യുന്ന ഈ പറയുന്ന ആങ്കറിനും അതിനൊരു ചെറിയൊരു ഭാഗം ആങ്കർക്ക് അറിയത്തില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഇത് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഓരോന്ന് വരുന്ന ഈ സാധനം പറയുമ്പോൾ അത് അങ്ങനെയല്ലേ പറഞ്ഞത് കൊണ്ട് നമുക്ക് ക്രോസ് ചെക്കിങ് ചെയ്യാമായിരുന്നു അല്ലേ. അവിടെ ഇരുന്ന് ഈ പറഞ്ഞതുപോലെ വിയർക്കുന്ന ഷാജി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആങ്കർ മസ്താനിയാണ് ആങ്കറായിട്ടുള്ളത്. മസ്താനി കൂടുതലായിട്ടൊന്നും ചിലപ്പോൾ അറിയില്ല, അത്രയും റിസർച്ച് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളിന്ന് ഇതിന്റെ ബാക്കിൽ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുള്ളത്. അപ്പൊ എന്തായാലും ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയാം. സത്യം ചിലതൊക്കെ ഞെട്ടിപ്പോകുന്നു, ചിലതൊക്കെ തമാശ, ചിലതൊക്കെ ചിരി. ഈ പെണ്ണിന് ഇപ്പോഴും വിവരം വന്നില്ലയോ, അല്ലെങ്കിൽ ഇനിയും മനസ്സിലായില്ലേ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പിന്നീട് ചിന്തിച്ചു പോകുന്ന ഇന്റർവ്യൂ ആണ്. ഇതിനകത്ത് ഏതോ ഉസ്താദന്മാരൊക്കെ എന്താണ് വല്ല കല്യാണം കഴിക്കാൻ വന്നു എന്നൊക്കെ പറയാം. അപ്പൊ എന്നാൽ നമുക്ക് ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിയാക്ഷൻ ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോഴും പ്രപ്പോസ് വരുന്നുണ്ട്. ഇപ്പോഴും ഈ പ്രശ്നം കഴിഞ്ഞിട്ടും ഇത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും പ്രപ്പോസ് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും വന്ന് കിടക്കുന്നുണ്ട് പ്രപ്പോസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പൊ മനസ്സിലാക്കാമല്ലോ, ഒരു ചെക്കൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ കറങ്ങി ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവര് വരുന്നവര് പ്രപ്പോസ് കൊണ്ട് വരുന്ന ആൾക്കാർ ഇപ്പൊ നെഗറ്റീവായിട്ട് ചിന്തിക്കാലോ. അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ പ്രപ്പോസ് കൊണ്ട് വരുന്നുണ്ട്. ഞാൻ അതാ പറയുന്നത്, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ മാത്രമേ ചിന്തിക്കുള്ളൂ. പ്രപ്പോസ് വന്നിട്ട് ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2-3 പ്രപ്പോസ് ഇപ്പൊ വന്ന് കിടക്കുന്നുണ്ട്. കല്യാണം കഴിക്കാൻ റെഡിയാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പൊ ഒരു യൂട്യൂബേഴ്സ് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉസ്താദ്മാരൊക്കെ പ്രശ്നമാണ് എന്നൊക്കെ പറയും. ആ ഉസ്താദാണ് എനിക്ക് പ്രപ്പോസ് കൊണ്ട് വന്നിരിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരാളാണ്. 27 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഈ ഷാജിദയ്ക്ക് പ്രപ്പോസലുമായിട്ട് വരുന്നവരെല്ലാം ഈ പറയുന്ന മാമി ലവേഴ്സ് ആണ് അല്ലെ, ആന്റി ലവേഴ്സ് ആണ് വരുന്നത്. അവിടെ ഉസ്താദും കൂടി ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഞാൻ ഞെട്ടുന്നത്. ഉസ്താദ് നീയൊക്കെ എന്തൊരു ഉടായ്പ ഉസ്താദക്കുമാരാണോ? ഷാജിദ് ഇപ്പം പറയുന്നത്, ഇപ്പം ഷാജിദ് വിചാരിക്കുന്നുണ്ട്, ഷാജിദ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തെന്നറിയാമോ, അതായത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എനിക്ക് ഇപ്പോഴും പ്രപ്പോസൽ വരുന്നില്ല. എന്നെ ഇപ്പോഴും ഈ പറയുന്ന പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി 1-2 പ്രപ്പോസലുകൾ എന്റെ ഇങ്ങനെ ഇൻബോക്സിൽ കിടക്കുകയാണ്. അവരൊക്കെ ഈ പറയുന്ന ആത്മാർത്ഥമായിട്ടല്ല, അവരൊക്കെ പിന്നെ എനിക്ക് തെറ്റില്ല എന്നറിഞ്ഞു വരുന്നവരല്ലേ ഈ ഉസ്താദുക്കൾ വരെ വരുന്നത്. ഞാൻ ഈ ഉസ്താദ് ഉൾപ്പെടെ ഉടായ്പാണെന്ന് ഷാജിദ് ആദ്യം നീ മനസ്സിലാക്കുക. വരുന്നതെല്ലാം ഉടായ്പകളാണ്. ഇത് വന്ന് എന്താണ് ഇവിടെ വന്ന് താങ്കളെ മാക്സിമം, അതായത് ഇങ്ങനെ പ്രപ്പോസൽ വരുന്നു, താങ്കൾ ഈ നമ്പർ കൊടുക്കുന്നു, താങ്കൾ എല്ലാവരോടും സംസാരിക്കും, എന്ത് ചിലപ്പോൾ അവർക്ക് പ്ലീസ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എതിർക്കാതെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊന്നും തട്ടി നോക്കിയാൽ കിട്ടും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കൂടിയാണ് ഈ പറയുന്ന ഷാജിദ വരുന്നത്. ഇപ്പം 26 പയ്യനുമായിട്ടുള്ള പ്രശ്നം കാണും. ഈ കൊച്ചു പിള്ളേരാ, ഞാനും കൂടി തട്ടി നോക്കിയാൽ കിട്ടണമെങ്കിലോ എനിക്കും കൂടി കിട്ടുകയാണെങ്കിലോ എന്നുള്ളൊരു ഉദ്ദേശം താങ്കളോടുള്ള സ്നേഹം കൊണ്ട് എടുക്കുമൊന്നുമല്ല. ഈ ഉസ്താദ് ഉൾപ്പെടെ താങ്കളെ പ്രപ്പോസ് ചെയ്ത ഈ ഉസ്താദ് അല്ലാന്നുണ്ടെങ്കിൽ അവൻ നേരെ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് ഇന്നോട്ട് പറയട്ടെ, ഞാൻ ഇതുപോലെ ഈ കുട്ടികളെ ഏറ്റെടുക്കാൻ പോണ്, കൃത്യമായിട്ട് നിങ്ങളുടെ ഉമ്മയും വാപ്പയും എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കല്യാണമായിട്ട് നടത്തട്ടെ എങ്കിലേ സംഭവിച്ചു. അല്ലാതെ ഈ വരുന്നവരെല്ലാം ഈ പുണ്യാളന്മാരാണ് എന്ന് ഷാജിദ വിചാരിക്കും. ഇതെല്ലാം ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് വരുന്നത്. മനസ്സിലായി? ഭർത്താവില്ലാത്ത കിട്ടട്ടെ എന്നുള്ള ദുരുദ്ദേശത്തോടാണ് വരുന്നതെന്ന് ആദ്യം ഷാജിദ താത്ത ഒന്ന് മനസ്സിലാക്കിയേ കൊള്ളാം. അടുത്ത ശരിക്കും പറഞ്ഞാൽ ഫിൽറ്ററൊക്കെ ഇട്ടിട്ടൊക്കെയാണ് വീഡിയോസ് ഒക്കെ ചില ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഫിൽറ്ററൊക്കെ ഇട്ട്. നമ്മുടെ സാധാ ഫോണാണല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ. അപ്പൊ ആൾക്കാർ പറയും ഇവളുടെ റിയൽ മുഖം നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇവൾക്ക് ഇത്രയും ചെക്കപ്പ്
പ്രപ്പോസ് കൊണ്ടുവരെ നുണ പറയാ അങ്ങനെ അങ്ങനെ പറഞ്ഞു. ഷറഫലി പറഞ്ഞ അവൻ 26 വയസ്സ്. ശരിക്കും പറഞ്ഞാൽ അവനൊക്കെ കാസർഗോഡില് അത്രയും പെൺകുട്ടികള് ഭംഗിയുള്ള പെൺകുട്ടികൾ കിടക്കുന്നത്. അവൻ ഈ പാലക്കാട് വന്നിട്ട് ഇപ്പൊ എന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ വരുന്ന ആൾക്കാർക്കൊക്കെ കണ്ണൂരും കാസർഗോഡൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അവർക്കൊക്കെ ചിന്തിച്ചു ഈ കാണുന്നവർക്ക് ചിന്തിച്ചൂടെ എങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ എല്ലാവരും ഭംഗി അല്ലെങ്കിൽ ഭംഗി കളറ് ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ഇത്. നമ്മളിത്ര ഫിൽറ്റർ ഞാനും കൂടെ ഒരിക്കൽ പറഞ്ഞത് ഫിൽറ്റർ ഇടാതെ ഇടുക. ഈ പറയുന്ന നമുക്കറിയാം ഈ ഇന്റർവ്യൂസിന് വരുമ്പോൾ ഷാജിദയ്ക്ക് വേറെ കളർ ഫിൽറ്റർ ഇടുമ്പോൾ ഈ കുറെ മന്ദബുദ്ധികളുണ്ട്. ഇതിനെ പറ്റിയൊന്നും ഒരു വിവരമില്ലാത്തത് ഇങ്ങനെ ഫിൽറ്റർ ഇടുമ്പോൾ ചന്ദ്രക്കാരി ആ വെളുത്ത് തുടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സാധനം. ഷാജിദ ഇതിലും വീണ്ടും പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ മറ്റേ അതായത് ഷറഫുദ്ദീനാണ് അവന് വേറെ പിന്നീട് ഇതിനെക്കാട്ടി വേറെ നല്ല സുന്ദരി കുട്ടികളെ കിട്ടും, നിന്നെ തിരക്കി വരേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അവള് പറഞ്ഞു എന്നെ തിരക്കി വരുന്നതെങ്കിൽ അത് നിങ്ങൾ മനസ്സിലായിക്കൂടെ എന്നോട് ഇഷ്ടം, അല്ലെങ്കിൽ എന്റെ എന്തോ കണ്ടിട്ടാണ് വരുന്നത്. അങ്ങനെയല്ല. ഈ പറയുന്ന ഒരു കല്യാണം കഴിഞ്ഞ വിധവ എന്ന് പറയുമ്പോൾ ഇവിടെ ദുരിദോഷമാണ് ഏറ്റവും കൂടുതലുള്ളത്. എങ്ങനെയെങ്കിലും കിട്ടാൻ പറ്റും. ഈ ഷറഫ് അലി തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. അതിനെക്കുറിച്ച് ഷാജി ഇതിനകത്ത് പറയുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം ഷറഫ് അലി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ ഈ മെസ്സേജ് വഴിയിട്ട് ഞാൻ തന്നെ കെട്ടാൻ പ്രപ്പോസ് ചെയ്ത് 5 മക്കളുണ്ടായാലും എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരല്ലോ 24 വയസ്സോ 26 വയസ്സുള്ള ഒരുത്തൻ വരുന്നുണ്ടെങ്കിൽ 99.9% എന്താണ് ഇപ്പൊ പ്രേമമല്ല, അത് ലെസ്റ്റ് തന്നെയാണ്, കാമം തന്നെയാണ്. കാമം തീർക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ പറയുന്ന ഷാജിദയ്ക്ക് ഉണ്ടാവണം. പൊട്ടിയെ പോലെ അഭിനയിക്കരുത്. അത് സ്വയം പൊട്ടിയായിട്ട് അഭിനയിക്കണമെന്നും എനിക്കറിയത്തില്ല. അടുത്ത് അതുപോലെ തന്നെ യൂട്യൂബിൽ നിൽക്കുന്ന ഫീൽഡിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് പ്രപ്പോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് പറയുന്നത് ഞാൻ ഇവരുടെ എന്തോ ചെയ്ത് വീഴ്ത്തുന്നത്, ഞാൻ ഒന്നും ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ അവരോട് സംസാരിക്കും. നമ്മൾ തുറന്ന് സംസാരിക്കും, നുണ പറയില്ല ഒരിക്കലും. മാറ്റി നിർത്തിയിട്ട് എനിക്ക് 5 എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിരിച്ചാവള ഞാൻ നുണ പറയില്ലെന്ന്. കർത്താവ് നാക്കെടുത്ത നുണ. ഇതിൽ തന്നെ ഒരു ലോഡ് നുണ പറഞ്ഞിട്ടുണ്ട്. നാക്കെടുത്ത നുണ മാത്രം പറയുന്ന അതും ഇത്രയും വലിയ നുണ ഇപ്പൊ പറയുന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് തിരുത്തി പറയുന്നു. എന്നിട്ട് പറയും ഞാൻ നുണ പറയുന്നത്. ഈ നുണ പറയാത്ത ഒരേ കേസുകൾ എന്താണ്, ഞാൻ 5 മക്കളില്ല എന്ന് പറയാം. 5 മക്കളില്ലാന്ന് എങ്ങനെ നുണ പറയും? കാരണം ലോകം മൊത്തം അറിയാം താങ്കൾക്ക് 5 മക്കളുള്ളത്. അപ്പൊ അതിന് നുണ പറയാൻ പറ്റത്തില്ല. ബാക്കി ഒരുപാട് 90% താങ്കൾ നുണയാണ് പറയുന്നത്. അതിന് വേറെ മാറ്റമൊന്നുമില്ല. മനസ്സിലായോ? യൂട്യൂബ് ഏതൊക്കെ യൂട്യൂബർമാരെന്ന് അല്ല ഇവരെ കുറിച്ച് ഉസ്താദ് എന്ന് പറയുന്നു, യൂട്യൂബ് എന്ന് പറയുന്നു, 2-3 ഉസ്താക്കന്മാരൊക്കെ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. ഇനി അമ്മാരൊക്കെ തന്നെയെന്ന് ഇതൊക്കെ ഉടായ്പാണ് കേട്ടോ. ഈ ഉസ്താദ് ഉൾപ്പെടെയാണെങ്കിൽ ഉടായ്പ. ഉസ്താദിനെ നിനക്ക് കിട്ടണമെങ്കിൽ നേരെ ജമാഅത്തിയുടെ പള്ളിയിലായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉമ്മയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം അതുപോലെ നിനക്ക് 26 വയസ്സായിട്ടുള്ളൂ. അപ്പൊ നിന്റെ മനസ്സിരിപ്പ് ഇത് തന്നെയാണ്. ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര മറ്റവനാണെന്ന് വിചാരിക്കരുത്. ഇതുപോലുള്ള ഇത് ഉസ്താദ് ആയിക്കോട്ടെ, പോറ്റിമാരായിക്കോട്ടെ, പാസ്റ്റർമാരായിക്കോട്ടെ, എല്ലാവരുടെ കയ്യിലും ഉടായ്പുള്ള എല്ലാം ഇതിനകത്തുണ്ട്. ഇത്രയും പ്രപ്പോസ് തരാൻ സാധ്യത ഇത്രയും പ്രപ്പോസ് തരാന്നാല് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ബോൾഡ്നെസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. ബോൾഡ്നെസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നല്ല ഷാജിദ. ഈ പ്രപ്പോസൽ വരാൻ താങ്കൾ മെയിനായിട്ട് താങ്കൾ ഒരു വിധവയാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? 5 കുട്ടികളുടെ അമ്മയാണ്. താങ്കളുടെ പിന്നീട് നമ്പർ കൊടുത്തിട്ടുണ്ട്. താങ്കൾ ഇതുപോലെ പല റിലേഷനിലായി എന്ന് പറയുന്നുണ്ട്. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരാണ്. മനസ്സിലാക്കുക. അങ്ങനെ പറഞ്ഞു വരുന്നവരാണ്. അത് ഷാജിദയ്ക്ക് മനസ്സിലാവുന്നുണ്ടാവാം. അങ്ങനെയാണല്ലോ ഷാജിദ് കുറെ ഓഫർ. ചിലപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഞാൻ തന്നെ കെട്ടിക്കൊള്ളാൻ കുറച്ച് പൈസയും കൊണ്ട് വെച്ചിരുന്നു. ഷാജിദ് അതിന് മയങ്ങിപ്പോന്നു. എന്നിട്ട് ഷാജി എന്ത് ചെയ്യും? ഷാജിദ പിന്നെ പൈസ വാങ്ങിച്ചിട്ട് പറ്റിച്ചവര് തന്നെ ചരിത്രത്തിലുണ്ടല്ലോ. പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ കുട്ടികളെ നോക്കുന്നത് ഇത്രയും തന്റെ അടുത്തോട് കൂടിയിട്ട്. കാരണം എന്റെ ഫ്രണ്ട്സിന്റെ എന്നോട് പറയാറുണ്ട്, ഷാജി 1 ആള് 2 ആളിനെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇക്കുള്ള ടൈമിൽ തന്നെ എനിക്ക് വിളിച്ചു പറയാം, ഷാജി നീ എങ്ങനെയാണ് 5 ആളിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ ഇവരുടെ അതേപോലെ കൊണ്ടേ നടക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ പറയും എന്നെ സമ്മതിക്കണം, കാരണം ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ അതുകൊണ്ടായിരിക്കും. അത് ശരി തന്നെയാണ്. ഈ 5 കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കണം. 5 കുട്ടികളെ നോക്കുന്ന സമയം അതുപോലെ തന്നെ 5 ഭർത്താക്കന്മാരെ നോക്കാം എന്നുള്ള ചിന്തയൊന്നും വേണ്ട. മനസ്സിലായോ? 5 കുട്ടികളെ നോക്കും പോലെ അല്ല 5 ഭർത്താക്കന്മാരെ നോക്കുന്നത്, അല്ലെങ്കിൽ 5 റിലേഷൻ വെച്ച് പുലർത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഷാജിദയ്ക്ക് എന്നെ കൊള്ളാം. ഷഫലിന്റെ എൻഗേജ്മെന്റ് ഷറഫ് അലി എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അത് ഞാൻ പിന്നീട് അറിയണത്. ഇവനെ എന്നെ കോണ്ടാക്ട് ആയിട്ട് കുറെ ആയിട്ടാണ് ഞാൻ ഇവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം അറിയണത്. അതിപ്പോ പ്രശ്നമായിട്ട് അത് ഇതായിട്ടുണ്ട്.
ക്യാൻസലായി. അപ്പൊ അത് ഷറഫലി അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നാ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് വരുന്ന പ്രപ്പോസ് പറഞ്ഞാല് 4 മക്കള് 3 മക്കള് 5 മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ് പ്രപ്പോസ് വരുന്നത്. അവരിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഓക്കെ. അപ്പം ഷാജിദാനായിട്ട് ബന്ധമുള്ള സമയത്ത് ഷറഫ് അലി ഓൾറെഡി ഒരു എൻഗേജ്ഡ് ആയിരുന്നു, അത് മറച്ചു വെച്ചതാണ്. അതപ്പോ എങ്ങനെ എന്നായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത്, അവൻ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഒരു മിനിറ്റ്, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഷറഫലിയുമായിട്ട് എന്താണ് അവളെ ഉടക്കിയത്, എന്തുകൊണ്ടാണ് റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്തതിന് എനിക്ക് ആൻസർ ആണ് ഇത് സംഭവം. അതുപോലെ ഇതിനകത്ത് വേറൊരു കേസ് പറയുന്നത് 4 മക്കളുള്ളവരാണ് പ്രപ്പോസലായിട്ട് വരുന്നത്. അതെനിക്ക് താല്പര്യമില്ല. അത് മനസ്സിലായില്ല. എന്ത് അത് അവർക്ക് കുറച്ചിലാണോ? അവർക്ക് മക്കളുള്ളത് നിനക്ക് കുറച്ചിലാണോ? നിനക്ക് മക്കളുണ്ടല്ലോ, 4-5 മക്കളുണ്ടല്ലോ. താങ്കൾക്ക് മക്കളുള്ളവർ വേണ്ട, ചെറുപ്പക്കാരനായിട്ട് കൊച്ചു പയ്യന്മാരെ വേണമെന്നാണോ? എനിക്കത് മനസ്സിലാവുന്നില്ല. താങ്കൾ അതേ കാറ്റഗറി തന്നെയല്ലോ. താങ്കൾക്ക് 5 മക്കളുണ്ട്, വേറൊരാൾക്കും 5 മക്കളുണ്ട്. താങ്കളെ കല്യാണം കഴിക്കണമെന്ന് ആയി കഴിഞ്ഞാൽ അത് താങ്കൾ എന്താ അത് കുറച്ചില്ല. അവരെന്തിനാ ഭാര്യയില്ലാതെ 5 മക്കളുടെ തന്തിയാൽ അവരെയൊക്കെ ഞാൻ എന്തിനു കെട്ടുന്നത് എന്നുള്ള മെന്റാലിറ്റി അല്ലേ? അതുപോലെ തന്നെയാണല്ലോ തിരിച്ചും സംഭവിക്കാൻ പോകുന്നത്. എനിക്കത് മനസ്സിലായില്ല. ഒരിക്കലും എന്നോട് കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അതെനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അവൻ ഒരു 2 വീക്ക് 3 വീക്കൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഇതേപോലെ എനിക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയണത് ഇവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്. ഞാൻ കുറെ ഇവനോട് ചോദിച്ചു, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്താ നീ ഇങ്ങനെ എന്നിട്ട് ഇതാക്കണം എല്ലാം ചോദിച്ചു. സംഭവം മനസ്സിലായ? ഈ ഷാജിദ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി ഒരു ക്ലിപ്പും കൂടി ഉണ്ട്, ഞാൻ വെക്കുന്നില്ല, പോട്ടെ, ഇത്രയും മതി. ഷാജിദ ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിൽ ഈ ഷറഫലി തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഷറഫലി എന്താ പറയുക, താങ്കളുടെ അടുത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്ന് മറച്ചു വെച്ചു. അവൻ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം താങ്കളോട് താങ്കളോട് ഒരു റിലേഷൻ പിന്നെ കൊണ്ടുവരാൻ വേണ്ടി റിലേഷൻ നിങ്ങൾ സ്ഥാപിക്കുന്നു. ഗൾഫിൽ നിന്ന് നേരെ വന്നിട്ട് താങ്കളുമായിട്ട് ഇവിടെ വയനാട് അവിടെയൊക്കെ പോയി അടിച്ചു പിടിച്ച് അവന്റെ കാര്യം സാധിച്ചു. താങ്കൾ തന്നെ പറഞ്ഞ് ഏതോ റൂം എടുത്ത് താമസിച്ചു. ഇനി അതും കള്ളമാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, ഫേസ്ബുക്ക് എന്റെ പേര് പറയരുത്, എന്റെ ഫോട്ടോ കൊടുക്കരുത്, ഈ പറയുന്ന ഇതിലോട്ട് എവിടെ സോഷ്യൽ മീഡിയയിലൊന്നും എന്റെ ഒരു അഡ്രസ്സും പറയില്ലെന്നോ പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. അവന് ഓൾറെഡി എൻഗേജ്മെന്റ്. അപ്പൊ അവന് എന്നോട് സ്നേഹമോ കാര്യങ്ങളൊന്നും അല്ല. ഇത് താങ്കൾക്ക് ഷാജിദ മനസ്സിലാക്കണം. ഇതെന്ത് ചെയ്തു, എൻഗേജ്മെന്റ് ആയിട്ട് ഈ പറയുന്ന ഷാജിദയുമായിട്ട് ബന്ധപ്പെടുത്തി ഷാജിദ എന്ത് ചെയ്തു, ഇത് അറിയുന്നു. ഇടയ്ക്ക് ഷാജിദ അറിയുന്നു ഇവൻ എൻഗേജ്മെന്റ് ആണെന്ന്. അവനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ഷാജിദയും അവനുമായിട്ട് ഇരിക്കുന്ന ഫോട്ടോ സഹിതം എടുത്തുകൊണ്ട് എന്ത് ചെയ്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഷാജിദ പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് കണ്ടുവരുന്ന അവന്റെ കല്യാണം എന്ത് ചെയ്തു, അടിച്ചു പിരിഞ്ഞു പോയി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ഷാജിദ മനസ്സിലാക്കുന്നത്. ഈ വരുന്ന താങ്കൾക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന പ്രപ്പോസലുകളെല്ലാം കുറെ ഈ പറയുന്ന എന്താണ് ഷറഫലി പോലെയുള്ള കുറെ ഷറഫലിക്കാരന്മാരാണ് വരുന്നത്. വന്ന് കുറച്ച് പൈസ കൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും പറഞ്ഞ് കൊണ്ടും പിന്നീട് എന്തെങ്കിലും പറഞ്ഞ് മയക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യം നടക്കുമല്ലോ. കാര്യം നടക്കാൻ വേണ്ടി വരുന്നവരാണ് 99.9% ഒന്ന് ഷാജിദ തിരിച്ചറിയുക. മനസ്സിലായി? കൊച്ചു പിള്ളേരെ തന്നെ കെട്ടുവന്നു കഴിഞ്ഞാൽ ഈ കൊച്ചു പിള്ളേർക്കൊന്നും ഈ പറയുന്ന എന്താണ് പിന്നീട് ഒരു എന്താണ് പറയുന്നത്, അവർക്ക് മനസ്സിലാക്കാനുള്ള പ്രായവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അവർക്ക് ഇപ്പോൾ ഷാജിദ കെട്ടി എന്ന് തന്നെ വരാം. ചില എന്തായാലും കുഴപ്പമില്ല, 5 മക്കൾ കുഴപ്പമില്ല, ഞാൻ കെട്ട് നടക്കും. പക്ഷെ അതൊരു ലോങ് ആയിട്ടുള്ള എന്താണ് പറയുന്നത് ഒരു ജീവിതത്തിലേക്ക് ലോങ് ടൈം അത് നിൽക്കും നിങ്ങൾ വിചാരിക്കരുത്. അവിടെ കുറച്ച് കഴിയുമ്പോൾ അവന്റെ ചിന്തകളൊക്കെ മാറും. കൊച്ചു പയ്യന്മാർ അവന് വേറെ 5 കുട്ടികൾ, എനിക്ക് ഇതിന്റെ ആവശ്യത്തിന് എനിക്ക് വേറെ പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ വല്ലവന്റെ കൊച്ചിനെ ഞാൻ എന്തിനു നോക്കുന്നത് എന്നൊരു ചിന്ത വരും. ഷാജിദ എന്ന് പറഞ്ഞാൽ ഈ 3-4 കുട്ടികളുള്ള വരുന്നത് എനിക്ക് താല്പര്യമില്ലെന്ന്. അത് എന്തുകൊണ്ട് താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാജിദയെ പോലെ തന്നെ എന്താണ് ഭാര്യ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പാർട്ണർ നഷ്ടപ്പെട്ടവരാണ്. അവർക്ക് അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇതിൽ ലോങ് ടൈം പോകാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് കാര്യങ്ങൾ അറിയാം, മനസ്സിലായോ? അവർക്ക് ഇതിൽ പക്വതയുള്ളവരാണ്. അപ്പൊ അവർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷാജിദയുടെ ഒരു കല്യാണം ഈ പറയുന്ന മുന്നോട്ട് അങ്ങനെ ഒരു കല്യാണം ഇക്കാകോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ലോങ് ടൈം ആയിട്ട് പോകും. അതല്ല എനിക്ക് കൊച്ചു പിള്ളേരെ തന്നെ വേണമെന്ന് കഴിഞ്ഞാൽ അപ്പോഴത്തെ ഇത് ഈ പറയും പോലെ ഷറഫലി പോലുള്ളവർ എന്ത് യൂസ് ചെയ്തിട്ട് അവൻ കളഞ്ഞിട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ കെട്ടിയിട്ട് 1-2 കൊല്ലം വീണ്ടും ഷാജിദ എന്ത് ചെയ്യും, ഇതുപോലെ നടക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന പ്രപ്പോസലുകൾ അതിപ്പോ ആരായാലും ഞാൻ കെട്ടാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പിച്ചക്കാരികൾക്ക് വരെ, ഇപ്പൊ ഇത്ര പിച്ചക്കാരികൾക്ക് വരെ ഒരു 100 പ്രപ്പോസൽ വരും, ഞാൻ കെട്ടിക്കോളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്തോ ഞാൻ മറ്റേ ഐശ്വര്യ റോയാണ് എന്നെ എന്നോ കണ്ട് ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് കെട്ടാൻ വേണ്ടി. എന്റെ സൗന്ദര്യം കണ്ടിട്ട് എങ്ങനെ ക്യൂ നിൽക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം ഒരു ഉടായ്പ. ഇതൊക്കെ കാര്യസാധനത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞില്ല, ഒരു പിച്ചക്കാരി പോലും, ഒരു റോട്ടിൽ കിടക്കുന്ന പിച്ചക്കാരി ഒന്ന് ഒരുങ്ങി ഒരു സാരിയെ കൊടുത്തിട്ട് എന്നെ കെട്ടാൻ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അവളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അവളുടെ ഫോണിന്റെ താഴെ ഇതുപോലെ പ്രപ്പോസൽ വരും. അതെ, മറ്റത് സദുദ്ദേശത്തോടു കൂടിയാണ് ഷാജിദ തെറ്റിദ്ധരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കുക. അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും ഈ പറഞ്ഞതുപോലെ എന്താണ് ഒന്നും അറിഞ്ഞൂടാത്ത ഈ ഉറയും കിടക്കുന്നവരല്ലേ നമുക്ക് ഉണർത്താൻ പറ്റുള്ളൂ. ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.